അദൃശ്യനായ ദൈവത്തെ അറിയാനുള്ള ദൃശ്യവും രക്ഷാകരവുമായ അടയാളമാണ് കൂദാശ. കൂദാശകൾ 7. 1. മാമോദീസ. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ ദൈവത്തിൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ അനുയായികളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാകുന്നു മാമോദീസ. 2. സ്ഥൈര്യലേപനം. പരിശുദ്ധാരൂപിയെ നമുക്ക് നൽകി ഉത്തമ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ സാക്ഷികളുമാക്കി തീർക്കുന്ന ഒരു കൂദാശയാകുന്നു സ്ഥൈര്യലേപനം. 3. കുർബാന അഥവാ ദിവ്യകാരുണ്യം. നമ്മുടെ ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും അടങ്ങിയിരിക്കുന്ന കൂദാശയാകുന്നു വിശുദ്ധ കുർബാന. 4. കുംഭസാരം അഥവാ അനുരഞ്ജനം. ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി തിരിച്ചറിവ് വന്ന ശേഷം ചെയ്തുപോയ പാപങ്ങളെ അനുതാപത്തോടെ ഏറ്റുപറയുകയും ആ പാപങ്ങളിൽ നിന്നും മോചനവും ദൈവവരപ്രസാദവും നേടുന്നതാണ് അനുരഞ്ജന കൂദാശ അഥവാ കുംഭസാരം. 5. രോഗീലേപനം. രോഗിക്ക് സുഖമരുളുവാൻ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പാപങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകുകയും ചെയ്യുന്ന കൂദാശയാണ് രോഗീലേപനം. 6. തിരുപ്പട്ടം. ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ യേശുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ദൈവജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കാനും വേണ്ട അനുഗ്രഹവും അധികാരവും നേടുന്ന കൂദാശയാണ് തിരുപ്പട്ടം. 7. വിവാഹം. യേശു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും പരസ്പര സ്നേഹത്തിലും സമർപ്പണത്തിലും വളരുവാനും ജനിക്കുന്ന മക്കളെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും വേണ്ട കൃപാവരം നൽകുന്ന കൂദാശയാണ് വിവാഹം.